വീണയ്ക്ക് കുരുക്കുമുറുകുന്നതോടെ വെട്ടിലാകുന്നത് CPM-ഉം ഒപ്പം തന്നെ AKG സെന്ററുമാണ്. വീണയുടെ മാസപ്പടി വിവാദത്തിൽ ആലുവ CMRL കമ്പനിയിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെ തന്നെ SFIയുടെ അടുത്ത ലക്ഷ്യം തിരുവനന്തപുരം AKG സെന്ററാണെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ മുഖ്യന്റെയും മകളുടെയും നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രതികാരം തീർക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമം എന്ന് തുടങ്ങി വീണയുടെ സ്ഥാപനവുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള വാദങ്ങൾ ഇപ്പോൾ തന്നെ CPM ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കിടയിൽ ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ധാരണയും ഉണ്ടായിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മാസ്റ്റർ പ്ലാൻ CPM ഒരുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവിധ പിന്തുണയും നൽകും. കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതിന്റെ പ്രതികാരമാണ് അന്വേഷണത്തിന് പിന്നിലെന്ന വാദം സജീവമാക്കുമെന്നതെല്ലാമായിരുന്നു യോഗത്തിലെ തീരുമാനങ്ങൾ. എക്സാലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങില്ല. CMRL നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം SFIO അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. CMRL ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന PVയിലേക്കും അന്വേഷണം എത്തും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ. IT കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയന്റെ മകൾ AKG സെന്റർ പാളയമെന്നാണ്. CPM ബന്ധങ്ങൾ IT വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ AKG സെന്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം. ആരംഭം കുറിച്ച 2014 സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 2016 മുതൽ എക്സാലോജി കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് AKG സെന്റർ വിലാസം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ AKG സെന്ററിന് തൊട്ടടുത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ CPM ആസ്ഥാനത്തിന്റെ വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം. വലിയ സാമ്പത്തിക കുറ്റങ്ങളിലെ അന്വേഷണങ്ങളാണ് SFIOയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് SFIO നടത്തുക. അങ്ങനെയെങ്കിൽ ആര് തടഞ്ഞാലും AKG സെന്ററിൽ റെയ്ഡ് നടത്തണമെന്ന SFIOയുടെ നീക്കത്തെയും തടയാൻ ഒരു പാർട്ടിക്കും നേതാക്കൾക്കും കഴിയില്ലെന്ന് സാരം.